അതിശക്തിയായ രീതിയിൽ നിന്നെ ചോദ്യം ഞാനവിടെ പ്രസംഗവും പറഞ്ഞു. ഇപ്പോൾ തുടങ്ങിയതല്ല, ഈ 57 EMSന്റെ ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ഓർഡിനൻസ് ഒരു മനുഷ്യരെയും കുടിയൊഴിപ്പിക്കരുത് എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. 57 ഇപ്പോൾ കുടിയൊഴിപ്പിക്കാൻ പുറപ്പെട്ട ആരെങ്കിലും അനുവദിക്കുമോ? അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മാറി മൂന്നാമത്തെ ദിവസമാണ് കടന്നാക്കാൻ പറഞ്ഞത്. അത് അനുവദിക്കാൻ പോകുന്നില്ല. ആരും എന്നുള്ള പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒരു പാർട്ടിയോ അതുപോലെ തന്നെ പ്രസ്ഥാനമൊന്നുമില്ല. ഒറ്റ ഒന്നേ ഉള്ളൂ, മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അതിൽ നിങ്ങൾ ഭയപ്പെടുകയോ വേണ്ട കേട്ടോ. നിങ്ങൾ അച്ഛൻ്റെ പേര് 1921 താമസിച്ചു തുടങ്ങിയ 1921 താമസിച്ചു തുടങ്ങിയ കുടുംബത്തിന്റെ 8 മക്കളുണ്ട്. നിങ്ങൾ 8 ആളായിരുന്നു. 6 ആണും 2 പെണ്ണും. അവരെ മക്കളും കുടുംബങ്ങളും താമസിച്ചു. ഒരു തരത്തിലും നമ്മൾ അനുവദിക്കില്ല കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് എവിടെയാ? എല്ലാവരും ഉണ്ട് ഇവിടെ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണ്. ഒരു കാരണവശാലും അനുവദിക്കില്ല. ആദ്യത്തെ EMS സർക്കാരിന്റെ മന്ത്രിസഭ വന്നിട്ടുള്ള ആദ്യത്തെ ഓർഡിനൻസ് ഓർമ്മയില്ലേ? ഒരാളെയും കുടിയൊഴിപ്പിക്കില്ല എന്നത് LDFന്റെ നയമായിരുന്നു. ഒന്നും ഭയപ്പെടേണ്ട, ഒപ്പമുണ്ടാവും എന്നാണ് ഗോവിന്ദൻ മാഷ് ഇപ്പോൾ അവരോട് പറയുന്നത്. സജോ ദേവസ്യയുണ്ട്. സജോ ദേവസ്യ, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പൂർണ്ണ ഉറപ്പ് കൊടുക്കുന്നു. നിങ്ങളെ ഒരാളും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല എന്ന ഉറപ്പാണോ പാർട്ടി സെക്രട്ടറി കൊടുക്കുന്നത്? ഡോക്ടർ അരുൺ, CPIM നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പാരിയത്തുകാവിലേക്ക് എത്തുന്നു. ജനകീയ സമരത്തിന്റെ ഭാഗമാകുന്നു. അതോടൊപ്പം ഇവിടെയുള്ള, അതായത് ഈ കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന ആളുകളെ നേരിൽ കാണുന്നു. അവരോട് പറയുന്നത് ഒരു തരത്തിലും ഇവിടെ നിന്ന് കുടിയിറക്കൽ അനുവദിക്കില്ല. ആ വിഷയത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നതും ഒപ്പം സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. UDF അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ പോലീസിന്റെ കടന്നാക്രമണം ഉണ്ടായി. മുത്തങ്ങയുടെ മിനി പതിപ്പിനാണ് പോലീസ് ശ്രമിച്ചത്. ഈ പോലീസിന്റെ വലിയ അതിക്രമം ഉണ്ടായി. LDFന്റെ 10 വർഷത്തിൽ വീടില്ലാത്തവർക്കൊക്കെ പട്ടയം അടക്കം അനുവദിച്ച് കണക്കുമൊക്കെ അദ്ദേഹം നിരത്തി. ഈ മനുഷ്യരെ, അവർക്ക് അർഹതയും അവകാശവുമുണ്ട് ഇവിടെ തുടരാൻ. അതുകൊണ്ട് ആ കാര്യത്തിൽ അവരോടൊപ്പം ഉറച്ചു നിൽക്കും. അതിൽ ഏതെങ്കിലും തരത്തിൽ കുടിയിറക്കൽ എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നതുകൂടി ശ്രദ്ധേയമാണ്. അതായത് CPIM ഈ വിഷയത്തിൽ കർശനമായ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുന്നു. ജനകീയ പ്രതിരോധം ഉണ്ടാകും എന്നതുകൂടി പറയുന്നു. ഒപ്പം ഇവിടെയുള്ള വീടുകളൊക്കെ അദ്ദേഹം സന്ദർശിക്കുകയാണ്. ഓരോ വീടുകൾ, അതായത് 7 ദളിത് കുടുംബങ്ങളടക്കം 8 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ആ വീടുകളിൽ കയറി അവരോട് നേരിട്ട് ആശയവിനിമയം നടത്തുന്നു. പോലീസ് അതിക്രമത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ഇവിടെയുള്ള ആളുകൾ. അതായത് ആ ഘട്ടത്തിൽ പോലീസ് അക്രമം ഉണ്ടായ ഘട്ടത്തിൽ അത് നേരിട്ട ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. പ്രായമായ ആളുകൾ, നേരത്തെ ഒരു ക്യാൻസർ രോഗിയടക്കം അതിക്രമത്തിന് ഇരയായി. അദ്ദേഹത്തിന്റെ കാര്യം ഉൾപ്പെടെയാണ് നേരത്തെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെയാണ് CPIM സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിച്ചത്. ഈ വിഷയത്തിൽ കടുത്തൊരു രാഷ്ട്രീയ നിലപാട് ഏതായാലും CPIM സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ കോടതി ഇന്ന് അടക്കം ഈ വിഷയം ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഒരു നിർണായക ദിനമാണ്. വിധി നടത്തിപ്പിന് സാവകാശം തേടുന്നത് ഉൾപ്പെടെയുള്ളവ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 15 തവണ അഭിഭാഷക കമ്മീഷൻ വിധി നടത്തിപ്പിനായി ഈ സ്ഥലത്ത് എത്തിയതാണ്. ജനകീയ സമരസമിതിയും ഇവിടെയുള്ള ആളുകളും ചേർന്ന് പ്രതിരോധം തീർക്കുകയായിരുന്നു. CPIM ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ CPIM നേതൃത്വം നൽകുന്ന സമരസമിതിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൽ അവർ പറയുന്നത് എല്ലാ വിഭാഗം ആളുകൾക്കും സമരത്തിന്റെ ഭാഗമാകാം. നേരത്തെ CPIM പറഞ്ഞിരുന്നൊരു കാര്യം, കോൺഗ്രസ് ഈ സമരസമിതിയിൽ നിന്ന് പിന്മാറുന്ന സമീപനം സ്വീകരിച്ചു. അത് കോൺഗ്രസ് വിശദീകരിക്കണം, എന്തുകൊണ്ടാണ് സമരസമിതിയുടെ ഭാഗമാകാത്തത് എന്ന് വിശദീകരിക്കണം എന്നും CPIM പറഞ്ഞു. ആ കാര്യം ഉൾപ്പെടെ പരാമർശിക്കുകയാണ്. അദ്ദേഹം ഇവിടെ സമരപന്തലിൽ എത്തി അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കൃത്യമായി അദ്ദേഹം ആവർത്തിച്ച് സൂചിപ്പിച്ചത് ഒരു നിലയ്ക്കും ഈ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ല. അതായത് ജനകീയ പ്രതിരോധം കൃത്യമായി തുടരും. ഇവിടെ നിന്ന് ആളുകളെ, ഈ കുടുംബങ്ങളെ, ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനെ ഒരു നിലപാടിനെ ഒരു പിന്തുണയ്ക്കുകയില്ല. അതായത് ശക്തമായ ജനകീയ പ്രതിരോധം ഉണ്ടാകും. CPIMന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമരപാട് അങ്ങനെ തന്നെ സ്വീകരിക്കും എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതായത് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട
ഒരു കാര്യം കൂടിയുള്ളത്. CPIM ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയ്ക്ക് ഈ 10 വർഷത്തിന് ശേഷം ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെത്തിയതിനു ശേഷം ഏറ്റെടുക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരമായി ഇത് സംസ്ഥാനത്ത് മാറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു സവിശേഷത. അങ്ങോട്ടേക്ക് ഇതിനകം CPIMന്റെ ജില്ലാ നേതൃത്വം ആണ് സമരത്തിന് നേതൃത്വം നൽകി പോകുന്നത്. സംസ്ഥാന നേതൃത്വം കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നതുകൂടിയുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് അടക്കം പുതിയ സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ളൊരു കടന്നാക്രമണം നടത്താൻ കഴിയും എന്ന് വിചാരിച്ചു. അത് ഇവരെല്ലാം അടിച്ചു. അങ്ങോട്ട് പോവാ ഇവരെ അടിച്ച് തലക്ക് എവിടെ അടിച്ചു? ഇപ്പൊ വേദനയുണ്ട് അല്ലേ? വീർത്തിരിക്കുക. അതായത് മൊത്തങ്ങേന്റെ വേറൊരു പതിപ്പാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തത്. ബുൾഡോസറിന്റെ വേറൊരു സാഹചര്യമാണ് കർണാടകത്തിലൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആന്ധ്രയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന. ആന്ധ്രവീനയുടെ 3000 ആളുകളെയാണ് കുടിയിറക്കിയത്. അതുപോലെ തന്നെ 150-ലധികം വരുന്ന ആളുകളെ, കുടുംബങ്ങളെയാണ് യഥാർത്ഥത്തിൽ കർണാടകത്തിൽ കുടിയിറക്കിയത്. ബംഗളൂരിനടുത്ത് എല്ലാം കോൺഗ്രസിന്റെ ഗവൺമെന്റുകളാണ്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിയിറക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഇടതുപക്ഷമാണെന്ന് പറയാണല്ലോ ചില ആളുകൾ, മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവരെ കടന്നാക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. കടന്നാക്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു തരത്തിലും അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ സംഘടനകളും ഇവിടെ വന്ന് ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീക്കെതിരായിട്ട് തലക്കടിയേറ്റ് ഇപ്പോഴും ആ തലവേദന മാറിയിട്ടില്ല. അതിന്റെ തൊട്ടപ്പുറത്തെ വീട് പോയി നോക്കിയപ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട രോഗി തന്നെയാണ്. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, മെഡിക്കൽ കോളേജിലായിരുന്നു. 3-4 ദിവസം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇപ്പം ഞാനതാ പറഞ്ഞത്, 1957 തുടങ്ങിയതാണ് കുടി ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഓർഡിനൻസും നിയമവും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള ഗവൺമെന്റ് സമീപനവും. അത് ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഭൂമിയാകെ ജനങ്ങൾക്ക് നൽകുന്ന സാഹചര്യം 1970 മുതൽ ശക്തിയായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞു. 1969 ഗവൺമെന്റിന് അങ്ങനെ എല്ലാമുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തതിന് ശേഷം ഇപ്പോഴും വീണ്ടും ഇതുപോലുള്ളൊരു സ്ഥലത്ത് 2.5 ഏക്കറിൽ താമസിക്കുന്ന ആളുകളാണ്. ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുൾഡോസർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഇവരെ കേരളത്തിന് അനുവദിക്കുന്ന പ്രശ്നമില്ല. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന് സംരക്ഷണം നൽകിയ, അവരെ മനുഷ്യരാക്കി രൂപപ്പെടുത്തിയ ഒരു സംസ്ഥാനമാണ്. അവിടെ ഈ കടന്നാക്രമണം നടത്താനൊന്നും ഈ മുത്തങ്ങയ്ക്ക് പോലീസ് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ആസൂത്രിതമായി അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടായ വലിയ ഇപ്പൊ ഞാൻ പുതിയത് പ്രസംഗിക്കല്ല ചെയ്യുന്നു. ഇപ്പോഴാ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സ്ത്രീ അവർ പറഞ്ഞല്ലോ എന്റെ അടിച്ചത് തല ഇപ്പോഴും മാറിയിട്ടില്ല വേദന എന്ന്. അടുത്ത അപ്പുറത്തുള്ള വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞല്ലോ എനിക്ക് മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നു, ചികിത്സിക്കേണ്ടി വന്നു എന്നാണ്. അദ്ദേഹം തന്നെ രോഗിയാണ്. ആ രോഗിയാണ് കടന്നാക്രമിച്ചത്. ആ വീടാണ് പൊളിക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഒരു തരത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല ഒരു ഏത് സാഹചര്യത്തിൽ. ജില്ലയുടെ ചാർജുള്ള മന്ത്രി റോജ് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വന്നിട്ട് ഈ സമരത്തിന് മുൻപന്തിയിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്ന CPIMന്റെ ഇടതുപക്ഷ പ്രതിനിധികളെ ആരും ചർച്ചയ്ക്ക് വിളിക്കാതെ ഏകപക്ഷീയമായ ഒരു ചർച്ച നടത്തിയിട്ട് പോകുന്ന നിലയാണ് ഉണ്ടായത്. ഞങ്ങൾക്കിപ്പോൾ ആരും ഏടാ ചർച്ച ചെയ്യുന്നുള്ളതല്ല, ഇവരെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല. ഏത് ചർച്ച നടത്തിയാലും ഇവർക്ക് പട്ടയം കൊടുത്ത് ഇവരെ നിലനിർത്തണം. ഇവിടെ ഒരു സംശയവും വേണ്ട. സമ്പന്നന്മാർക്ക് എന്തും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടത്താൻ അനുവദിക്കാൻ പറ്റില്ല. ഇവിടെ ഈ 2.5 ഏക്കർ സ്ഥലമുണ്ട് ഇവർക്ക്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1921 ഇവരുടെ അച്ഛന്റെ അച്ഛൻ, അതായത് 4 തലമുറയായി. അതിന് നാല് ഇപ്പോൾ 2 മക്കളെ ജീവിച്ചിരിക്കുള്ളൂ. ബാക്കി മരിച്ചുപോയി. ഞാൻ നേരത്തെ അവിടെ നിന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അയാളും അയാളുടെ ജ്യേഷ്ഠനും മാത്രമേ ഉള്ളൂ, 2 ആളേ ഉള്ളൂ. ആ 2 ആളും അതുപോലെ തന്നെ ബാക്കിയുള്ള 6 പുരുഷന്മാരും 2 സ്ത്രീകളായിരുന്നു. അവരൊക്കെ വൈകി മരിച്ചുപോയി. ഒരാളും കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളുണ്ട്. എന്താ ഇങ്ങോട്ട് വാ. ചേച്ചി മരിച്ചുപോയി അല്ലേ? ഒരു വർഷമായിട്ട് മരിച്ചു. അങ്ങനെ മരിച്ചിട്ട് 1 വർഷമായി. ഇനിയിപ്പോൾ നിങ്ങൾ 3 ആളുള്ളത്, 2 ആള് 3 ആളുണ്ട്. ഒന്ന് അവരുടെ ഏട്ടൻ, പിന്നെ ഇങ്ങോട്ട് നാളെ ബാക്കി ആളുകൾ മരിച്ചുപോയി. ഈ നിങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും കൂടി ചേർന്നതാണ് ഈ 2.5 ഏക്കറുള്ളത്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടായി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമില്ല. ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്കെല്ലാം ഇനി സുപ്രീം കോടതിയൊന്നും പോകാൻ പറ്റില്ല. ഇവരിൽ എങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് പോവുക? അപ്പോൾ കോടതി നിയമം സംഖ്യ അതൊരു പ്രധാനപ്പെട്ട സാങ്കേതിക പ്രശ്നം മാത്രമാണ്. എല്ലാറ്റിനും മുമ്പ് കോടതിയെല്ലാം ഉണ്ടായിരുന്നു, കോടതി ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളപ്പോഴെ തന്നെ ഞാൻ പറഞ്ഞു 36 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ കേരളത്തിൽ ഭൂമി കിട്ടിയിട്ടുണ്ട്. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി. ആ ഭൂമി കിട്ടിയത് ഈ പറന്ന ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലുള്ള സമരങ്ങളിലെയും പോരാട്ടങ്ങളിലൂടെയും വളച്ചു കിട്ടിയിരുന്നെയാണ്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്.
അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കോടതിയിൽ പോയതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ കേസ് എന്താവുന്നു എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഏത് വന്നാലും എന്ത് തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം വന്നാലും ഇവർക്കിവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അത്രയേ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു.